കഥകളതി മോഹനം എന്ന കവിതയെക്കുറിച്ചുള്ളൊരു ആശയം. കഥകളതി മോഹനം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ ഒരു കൃതിയാണ് കഥകളതി മോഹനം. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവായ അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. 21 പർവ്വങ്ങളുള്ള മഹാഭാരതത്തിലെ 9ാം പർവ്വമായ ദ്രോണപർവ്വത്തെ ഭാഗമാണ് ഈ കഥകളതി മോഹനം എന്ന കവിത. പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുനാഥനായ ദ്രോണാചാര്യരെക്കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് ദ്രോണപർവ്വം. കിളിപ്പാട്ട് എന്നത് കിളിയോട് ചോദ്യം ചോദിച്ച് കിളിയെക്കൊണ്ട് തന്നെ ഉത്തരം പറയിപ്പിക്കുന്ന രീതിയാണ്. ഈ കവിതയിലും കവി പക്ഷിയോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. പക്ഷി ഉത്തരം പറയുന്നതിന് വേണ്ടി കാച്ചിക്കുറുക്കിയ പാലും വെല്ലവും ശർക്കരയും ചേർത്ത് കുഴിച്ചെടുത്ത കദളിപ്പഴവും എടുത്തു വെച്ചിട്ടുണ്ട്. അത് എടുത്ത് കഴിക്കുവാൻ പക്ഷിയോട് പറയുന്നുണ്ട്. എന്നിട്ടും ദാഹം മാറിയില്ലെങ്കിൽ കരിമ്പിൻ്റെ നീരും ഇളനീരും തേനും എടുത്തു കഴിക്കുവാൻ കവി പറയുന്നു. ഇതിൽ നിന്നും കവി പക്ഷിയെ സന്തോഷിപ്പിച്ചുകൊണ്ട് തൻ്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി പറയിപ്പിക്കുകയാണ്. ഇവിടെ കവിക്ക് അറിയേണ്ട ഉത്തരം, ശത്രുക്കളുടെ ചതി കൊണ്ട് ശരശയ്യയിൽ കിടക്കേണ്ടി വന്ന ഭീഷ്മരെ കണ്ടപ്പോൾ കൗരവർ എന്താണ് ചെയ്തത് എന്നാണ് ചോദിച്ചത്. അതിനുള്ള മറുപടി അല്പം മടിയുണ്ടെങ്കിലും പക്ഷി ചുരുക്കി പറഞ്ഞു. കൗരവ ജ്യേഷ്ഠനായ സുയോധനൻ, അതായത് ദുര്യോധനൻ്റെ വേറൊരു പേരാണ് കേട്ടോ സുയോധനൻ, ശക്തിശാലിയായ കർണനോട് തങ്ങളുടെ സൈന്യത്തിൻ്റെ സേനാധിപതിയാകുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ കർണൻ ഒരു മന്ദസ്മിതത്തോടെ നിരസിക്കുകയും ആ സ്ഥാനത്ത് ഏറ്റവും യോജിച്ച വ്യക്തി ഗുരുനാഥനായ ദ്രോണാചാര്യരാണ് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴും കൂടെ നിൽക്കുകയും അംഗരാജ്യം ഭരിക്കുകയും ചെയ്യാം, പക്ഷേ സേനാധിപതിയാകാൻ യോജിച്ചത് ദ്രോണർ ആയിരിക്കണം എന്നും പറഞ്ഞു. ഇത് കേട്ട ദുര്യോധനൻ ദ്രോണരെ സേനാധിപതിയായി അഭിഷേകവും ചെയ്തു.